എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൽ നമ്മൾ 2024 PSC നടത്തിയ എല്ലാ പരീക്ഷകളിലെയും മലയാളത്തിൻ്റെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പം 2024 നടന്ന എല്ലാ പരീക്ഷകളിൽ നിന്നും ഉള്ള മലയാളത്തിൻ്റെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇത് നമ്മൾ ഈ 2024 ഫുൾ സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്ത് പോകുമ്പോൾ നമുക്കറിയാം മലയാളത്തിൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ ഇത് നമ്മൾ ഒരു തവണ 2 തവണ കേട്ടിരുന്നാൽ നിങ്ങൾക്ക് തീർച്ചയായും മലയാളത്തിൽ നിന്നും ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു വാക്ക് മാത്രമേ ശരിയായി എഴുതിയിട്ടുള്ളൂ. അവിടെ നിഘണ്ടു, ലേഖകൻ, ശബ്ദം, കൃത്യനിഷ്ഠ 4 വാക്കുകളിൽ ഒരെണ്ണം മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഏതാണ് ശരിയായിട്ടുള്ളത്? ഇവിടെ ലേഖകൻ. ഇത് ശരിയായ വാക്കൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ് അല്ലേ. അടുത്തതാണ് പൂജക ബഹുവചനത്തിന് ഉദാഹരണം. പൂജക ബഹുവചനം അതായത് ഏതാണ്? നമ്മളൊരു റെസ്പെക്റ്റ് കൊടുക്കുന്നു. അപ്പോൾ അത് ഗുരുക്കൾ എന്നുള്ളത് ഒരാളാണ്. പക്ഷെ നമ്മളതിന് ബഹുവചനം വന്നത് എങ്ങനെയാണ്? അവിടെ അതിന് ആ ബഹുമാനം കൊടുക്കുന്നതിലൂടെയാണ്. ഇപ്പോൾ ബഹുമാനം കൊടുക്കുന്നത് കൊണ്ടാണ് അത് എന്ത് വന്നിരിക്കുന്നത്? ബഹുവചന രൂപത്തിൽ വന്നിരിക്കുന്നത് അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, പുത്രൻ എന്ന പദത്തിൻ്റെ പര്യായപദം അല്ലാത്തത് ഏത്? പര്യായപദം അല്ലാത്തത് ജനകനാണ്. പുത്രൻ എന്നുള്ളതിൻ്റെ പര്യായപദം അല്ലാത്തത്. ജനകൻ എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്? പിതാവ് എന്ന അർത്ഥമാണ് വരുന്നത്. അപ്പോൾ പുത്രൻ എന്നതിനുള്ള പര്യായപദങ്ങളാണ് തനയൻ, ആത്മജൻ, തനുജൻ എന്നിവ. അടുത്തതാണ് തീ പ്ലസ് കനൽ. തീ അധികം കനൽ എന്നത് ചേർത്തെഴുതുമ്പോൾ എങ്ങനെ വരും? കാ ഇരട്ടിക്കും, തീക്കനൽ. അടുത്തത് രാജാവും ഋഷിയുമായവൻ. ഇത് ഒറ്റപ്പദമാക്കുക. രാജാവും ഋഷിയുമായവൻ എന്താണ്? രാജർഷി. അടുത്തത് സുതൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം. സുതൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗമാണ് ഓപ്ഷൻ ബി സുത. 800 എന്ന പദം പിരിച്ചെഴുതുക. 800 എന്ന പദം പിരിച്ചെഴുതുമ്പോൾ n+100 എന്നാണ് വരുന്നത് കേട്ടോ. n+100. അടുത്ത ക്വസ്റ്റ്യൻ, കൂപമണ്ഡൂകം എന്ന ശൈലിയുടെ അർത്ഥം. കൂപമണ്ഡൂകം എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ലോകവിവരം ഇല്ലാത്തവൻ എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മേഘം എന്ന അർത്ഥം വരുന്ന പദം. മേഘം എന്ന അർത്ഥം വരുന്ന പദം ഏതാണ്? വാരിതം. ഓക്കെ. അടുത്തത് ദൃഢം എന്ന പദത്തിൻ്റെ വിപരീത പദം. ദൃഢം. ദൃഢം എന്താണ്? ഓപ്ഷൻ ഡി ശിഥിലമാണ്. ദൃഢം എന്നതിൻ്റെ വിപരീത പദം ശിഥിലം. അടുത്ത ക്വസ്റ്റ്യൻ, വിപരീത പദം എഴുതുക. വിയോഗം. വിയോഗത്തിൻ്റെ വിപരീത പദമാണ് എന്ത്? സംയോഗം. ഓക്കെ. അടുത്തത് ചുവടെ തന്നിരിക്കുന്നവയിൽ വിഹഗം എന്നർത്ഥം വരുന്ന പദം. വിഹഗം എന്നർത്ഥം വരുന്ന പദം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് പക്ഷി. പക്ഷിയാണ് വിഹഗം അല്ലേ. അശ്വം എന്താ? അശ്വം കുതിരയാണ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ 73 ചേർത്ത് എഴുതുക. ദു പ്ലസ് ജനം. ദു പ്ലസ് ജനം എങ്ങനെയാണ്? ദുർജനം. തെറ്റിക്കരുത്. ദു പ്ലസ് ജനം എങ്ങനെ വരും? ദുർജനം എന്നാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ ജോഡി ഏത്? ശരിയായ ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത്. പര്യായപദമാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ളത് ഏത് മാത്രമേ ഉള്ളൂ? ഓപ്ഷൻ ബി ആണ്. മഞ്ഞ്, നീഹാരം, തുഷാരം എന്നതാണ് ശരിയായിട്ടുള്ള ജോഡി. പര്യായപദമാണ് തന്നിരിക്കുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, എതിർലിംഗം എഴുതുക. ഭൃത്യ. ഭൃത്യ എന്നതിൻ്റെ എതിർലിംഗമാണ് ഭൃത്യൻ. ഭൃത്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, ദിഗ്വിജയം. ദിഗ്വിജയം എന്ന പദത്തിനോട് യോജിക്കുന്നത് എഴുതുക. ദിഗ്വിജയം എന്ന പദത്തിനോട് യോജിക്കുന്നത് എന്താ? ദിക്കുകളെ ജയിക്കൽ എന്നാണ് കേട്ടോ. ദിഗ്വിജയം ദിക്കുകളെ ജയിക്കൽ. അടുത്ത ക്വസ്റ്റ്യൻ, പിരിച്ചെഴുതുക. അവൻ. അവൻ പിരിച്ചെഴുതുമ്പോൾ എങ്ങനെ വരും? ആ പ്ലസ് അൻ. അതൊക്കെ തെറ്റിക്കരുത്. വളരെ ഈസിയാണ്, പക്ഷെ നമുക്ക് കൺഫ്യൂഷൻ വരുന്നതാണ് കേട്ടോ. അവൻ എങ്ങനെയാണ് പിരിച്ചെഴുതുന്നത്? ആ പ്ലസ് അൻ എന്നാണ്. അടുത്തതാണ് ശരിയായ പദം എഴുതുക. ആഖ്യാനം. ആഖ്യാനം എന്നതിൻ്റെ ശരിയായത് ഘ. നഖത്തിൻ്റെ ഘയാണ് കേട്ടോ. ആഖ്യാനം. ഓപ്ഷൻ എ ആണ് ശരി. അടുത്തത് കാലദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കണം എന്ന സൂചന നൽകുന്ന പഴഞ്ചൊല്ല്. കാലദേശങ്ങൾക്കനുസരിച്ചു ജീവിക്കണം എന്ന സൂചന നൽകുന്ന പഴഞ്ചൊല്ലാണ് നാടോടുമ്പോൾ നടുവേ ഓടണം. അതായത് കാലത്തിനൊത്ത് നമ്മൾ സഞ്ചരിക്കണം. അതിൻ്റെ കാലദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കണമെന്നുള്ളതിൻ്റെ പഴഞ്ചൊല്ല് നാടോടുമ്പോൾ നടുവേ ഓടണം.
അടുത്തത് എവരി പോറ്റർ പ്രൈസസ് ഹീസ് ഓൺ പോട്ട്. ശരിയായ പരിഭാഷ എന്താണ്? കാക്കയ്ക്കും തൻ കുഞ്ഞ് പൊൻകുഞ്ഞ്. എവരി പോട്ടർ പ്രൈസസ് ഹിസ് ഓൺ പോട്ട് എന്ന് വെച്ചാൽ അതിൻ്റെ പരിഭാഷയാണ് കാക്കയ്ക്കും തൻ കുഞ്ഞ് പൊൻകുഞ്ഞ്. അടുത്ത ക്വസ്റ്റ്യൻ, മാവ് എന്ന പദത്തിൻ്റെ പര്യായപദം അല്ലാത്തത് ഏത്? മാവ് എന്ന പദത്തിൻ്റെ പര്യായപദം അല്ലാത്തത് ഏതാണ്? വരകമാണ് പര്യായപദം അല്ലാത്തത്. അപ്പം നോക്കിക്കേ, മാവിൻ്റെ പര്യായപദങ്ങൾ ഏതൊക്കെയാണ്? ചൂതം, ആമ്രം, രസാലം. ചൂതം, ആമ്രം, രസാലമാണ് മാവിൻ്റെ പര്യായപദം. അടുത്തത് ശരിയായ പദം കണ്ടെത്തുക. എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് ശരിയായ പദം കണ്ടെത്തുക. ഏതാണ്? കവയത്രിയാണോ, കവായിത്രിയാണോ, കവിയത്രിയാണോ, കവയിത്രിയാണോ? ഏതാണ്? കവയിത്രി. തെറ്റിക്കരുത്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് PSCയുടെ. കവയിത്രി. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, വിദ്വാൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപം. വിദ്വാൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപമാണ് വിദൂഷി. വിദൂഷി. അടുത്ത ക്വസ്റ്റ്യൻ, അശ്വത്ഥം എന്ന പദത്തിന് സമാനാർത്ഥമായി വരുന്ന പദം. അശ്വത്ഥം എന്ന പദത്തിന് സമാനാർത്ഥമായി വരുന്ന പദം ഏതാണ്? അരയാലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒറ്റ പദം എഴുതുക. അറിയാനുള്ള ആഗ്രഹം. അറിയാനുള്ള ആഗ്രഹമാണ് ജിജ്ഞാസ. അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ. വിപരീത ശബ്ദം എഴുതുക. സ്വകീയം. സ്വകീയം. സ്വകീയത്തിൻ്റെ വിപരീത പദമാണ് എന്ത്? പരകീയം. സ്വകീയം, പരകീയം. പിരിച്ചെഴുതുക. പടക്കളം. പടക്കളം എങ്ങനെ വരും? പട പ്ലസ് കളമാണ് പടക്കളം. അടുത്ത ക്വസ്റ്റ്യൻ, ഓലപ്പാമ്പ് കാട്ടുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? ഓലപ്പാമ്പ് കാട്ടുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ഓപ്ഷൻ ഡി ആണ്, ഭീഷണിപ്പെടുത്തുക. ഓലപ്പാമ്പ് കാട്ടുക, ഭീഷണിപ്പെടുത്തുക. ശരിയായ വാക്യം കണ്ടെത്തി എഴുതുക. ഇവിടെ തന്നിരിക്കുന്നതിൽ ശരിയായ വാക്യം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മറ്റു ഗത്യന്തരമില്ലാതായപ്പോൾ ലീലയ്ക്ക് വീട് വിൽക്കേണ്ടി വന്നു. അത് തെറ്റാന്ന് നമുക്ക് വായിക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ? ഗത്യന്തരമില്ലാതായപ്പോൾ ലീലയ്ക്ക് വീട് വിൽക്കേണ്ടി വന്നു എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ സിയും ഡിയും കൂടി ഒന്ന് വായിച്ചു നോക്കാം. ലീലയ്ക്ക് മറ്റു ഗത്യന്തരം ഇല്ലാതായപ്പോൾ വീട് വിൽക്കേണ്ടി വന്നു. ആ മറ്റ് എന്നുള്ള പ്രയോഗം അവിടെ ആവശ്യമില്ല അല്ലേ? ലീലയ്ക്ക് വീട് വിൽക്കേണ്ടി വന്നത് മറ്റു ഗത്യന്തരമില്ലാത്തത് കൊണ്ടാണ്. ഗത്യന്തരമില്ലാത്തത് കൊണ്ടാണെന്ന് പറയുമ്പോൾ തന്നെ എന്താണ് അർത്ഥം വരുന്നത്? അവിടെ അവർക്ക് വേറൊരു വഴി ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പം മറ്റ് എന്നുള്ളത് വീണ്ടും അവിടെ റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അടുത്ത ക്വസ്റ്റ്യൻ ചേർത്തെഴുതുക. നൽ പ്ലസ് നൂൽ. നൽ പ്ലസ് നൂലാണ് എന്ത്? നന്നൂൽ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ ശരിയായവ ഏതെല്ലാം? താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ ശരിയായത് ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അടിമത്തം, ഐശ്ചികം, ആജാനബാഹു. ഇതിലേതാണ് ശരി? അടിമത്തം എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങളിൽ ശരിയായ പ്രയോഗം ഏതാണ്? ശരിയായ പ്രയോഗം ഏതാണ്? ഓപ്ഷൻ സി ആണ്. പഠിക്കാത്തതിന് കുട്ടിയെ അധ്യാപകൻ ശകാരിച്ചു. അധ്യാപകൻ പഠിക്കാത്തതിന് കുട്ടിയെ ശകാരിച്ചു. പഠിക്കാത്തതിന് അധ്യാപകൻ കുട്ടിയെ ശകാരിച്ചു. പഠിക്കാത്തതിന് കുട്ടിയെ അധ്യാപകൻ ശകാരിച്ചു. കുട്ടിയെ പഠിക്കാത്തതിന് അധ്യാപകൻ ശകാരിച്ചു. ഈ നാലിൽ ഏറ്റവും അനുയോജ്യമായത് ഓപ്ഷൻ സി ആണ്. പഠിക്കാത്തതിന് കുട്ടിയെ അധ്യാപകൻ ശകാരിച്ചു എന്നുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന ശൈലിയുടെ മികച്ച മലയാള വിവർത്തനം ഏതാണ്? ലിറ്റിൽ ഡ്രോപ്പ് ഓഫ് വാട്ടർ മേക്ക് ദ മൈറ്റ് ഓഷ്യൻ. ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് ഇതിന് ശരിയായിട്ടുള്ള മലയാള വിവർത്തനം? ഏതാണ്? പലതുള്ളി പെരുവെള്ളം. ലിറ്റിൽ ഡ്രോപ്പ് ഓഫ് വാട്ടർ മേക്ക് ദ മൈറ്റ് ഓഷ്യൻ എന്നുള്ളത് പലതുള്ളി പെരുവെള്ളം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ പർവ്വതത്തിന് പര്യായപദം അല്ലാത്തത് ഏതാണ്? പർവ്വതത്തിന് പര്യായപദം അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ചലമാണ് പർവ്വതത്തിന് പര്യായപദം അല്ലാത്തത്. അപ്പോൾ ഇവിടെ പർവ്വതത്തിൻ്റെ പര്യായപദം ഏതൊക്കെയാണ്? ഗിരി, നഗം, ശൈലം. ഗിരി, നഗം, ശൈലം എന്നത് പർവ്വതത്തിന് പര്യായപദമാണ്. അടുത്തതാണ് ജംഗമം എന്ന പദത്തിൻ്റെ വിപരീതം. ജംഗമം എന്ന പദത്തിൻ്റെ വിപരീതമാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? സ്ഥാവരം. ജംഗമം എന്നുള്ള പദത്തിൻ്റെ വിപരീതമാണ് സ്ഥാവരം. അടുത്തത് കർഷകൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം. കർഷകൻ, കർഷക. കർഷകി എന്നൊന്നും എഴുതരുത്, കർഷകയാണ് കേട്ടോ. അടുത്തത് കൈയാടിയെങ്കിലേ വായാടൂ. കൈയാടിയെങ്കിലേ വായാടൂ എന്ന ശൈലി ദ്യോതിപ്പിക്കുന്ന അർത്ഥം, അതായത് ആ ശൈലിയുടെ അർത്ഥം എന്താണ്? പ്രവൃത്തി ചെയ്താലേ ഉപജീവനത്തിന് വഴിയുണ്ടാകൂ. അതായത് നമ്മൾ ജോലി ചെയ്താലേ ആഹാരം കഴിക്കാൻ വഴിയുണ്ടാകുകയുള്ളൂ.
അടുത്ത ക്വസ്റ്റ്യൻ, വിണ്ടലം എന്ന പദത്തെ പിരിച്ചെഴുതുന്നത് എങ്ങനെ? വിണ്ടലം എന്ന പദത്തെ പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? വിൺ പ്ലസ് തലം, വിൺ പ്ലസ് തലം. അടുത്ത ക്വസ്റ്റ്യൻ, കഞ്ചത്തോട് നേരായ മിഴിയുള്ളവൾ എന്നതിൻ്റെ ശരിയായ സമാസം. കഞ്ചത്തോട് നേരായ മിഴിയുള്ളവൾ ആണ് എന്ത്? കഞ്ചനേർ മിഴി. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നതിൽ സമാന പദമല്ലാത്തത് ഏതാണ്? ഏതാണ്? അങ്ങാടി, കമ്പോളം, ആപണകം, തെരുവ്. സമാന പദമല്ലാത്തത് എന്താണ്? തെരുവ്. ബാക്കി മൂന്നും എന്താണ്? മാർക്കറ്റ് എന്നർത്ഥം വരുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ പദം തിരഞ്ഞെടുക്കുക. വിദ്യുത് ശക്തി. വിദ്യുത് ശക്തി ഇവിടെ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ്. ചായും ചായും വരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ വാക്യം കണ്ടെത്തുക. 100 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ഭൂമി, 100 ചതുരശ്ര മീറ്റർ വിസ്താരമായ ഭൂമി, 100 ചതുരശ്ര മീറ്റർ വിസ്തീർണമായ ഭൂമി, 100 ചതുരശ്ര മീറ്റർ വിസ്തീർണതയോടെയുള്ള ഭൂമി. ശരി ഏതാണ്? 100 ചതുരശ്ര മീറ്റർ വിസ്തീർണമായ ഭൂമി. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്ന വാക്യത്തിൻ്റെ ശരിയായ പരിഭാഷ ഏതാണ്? എനിക്ക് തലവേദനയുണ്ട്. ഏതാണ് ശരിയായിട്ടുള്ളത്? ഐ ആം സഫറിങ് ഫ്രം ഹെഡേക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, അറിയാനുള്ള ആഗ്രഹം. ഒറ്റപ്പദം. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. ജിജ്ഞാസ. അറിയാനുള്ള ആഗ്രഹമാണ് ജിജ്ഞാസ. പക്ഷിക്കൂട് എന്ന പദത്തിൻ്റെ പര്യായം ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും കണ്ടെത്തുക. പക്ഷിക്കൂട് ഏതാണ് പര്യായം വരുന്നത്? നീഢം. നീഢം എന്നതാണ് പക്ഷിക്കൂടിൻ്റെ പര്യായം. അടുത്ത ക്വസ്റ്റ്യൻ, ചേർത്തെഴുതുക. വാക് പ്ലസ് വാദം. വാക് പ്ലസ് വാദമാണ് വാക്വാദം. അടുത്ത ക്വസ്റ്റ്യൻ, അമരം എന്ന പദത്തിൻ്റെ വിപരീത പദം. അമരം, അണിയം. അമരം എന്നതിൻ്റെ വിപരീതമാണ് അണിയം. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ ചേർത്തിരിക്കുന്നവയിൽ നിന്നും പഴഞ്ചൊല്ല് കണ്ടെത്തുക. ഏതാണ് ഇതിൽ? ഞെട്ടില്ല വട്ടയില, അധികമായാൽ അമൃത് വിഷം, ഭഗീരഥ പ്രയത്നം, മനസാ വാചാ കർമ്മണ. പഴഞ്ചൊല്ലാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? അധികമായാൽ അമൃതും വിഷം. അടുത്തത്, ശരി ഉത്തരം തിരഞ്ഞെടുക്കുക. താവഴി. താവഴി എന്താണ്? പിരിച്ചെഴുതുമ്പോൾ എങ്ങനെ വരും? തായ് പ്ലസ് വഴി. അടുത്ത ക്വസ്റ്റ്യൻ, പെങ്ങൾ എന്ന വാക്ക് ഏത് വചനമാണെന്ന് കണ്ടെത്തുക. പെങ്ങൾ ഏകവചനമാണ് കേട്ടോ. അടുത്തത്, ശരിയായ പ്രയോഗം ഏത്? 10 തെങ്ങ്, 10 തെങ്ങുകൾ, 100 പുസ്തകം, 100 പുസ്തകങ്ങൾ. ഇവിടെ ശരിയായിട്ടുള്ളത് ഏതാണ്? 10 തെങ്ങ് ശരിയാണ്. അതുപോലെ തന്നെ 100 പുസ്തകം എന്നതും ശരിയാണ്. 1ഉം 3ഉമാണ് ശരി. അടുത്ത ക്വസ്റ്റ്യൻ, നേതാവ് എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ ശബ്ദം. നേതാവിൻ്റെ സ്ത്രീലിംഗമാണ് നേത്രി. അടുത്തത്, മിന്നാമിനുങ്ങ് എന്ന പദത്തിൻ്റെ പര്യായപദം. മിന്നാമിനുങ്ങിൻ്റെ പര്യായപദം. പ്രകാശകൻ, പ്രകാശിതം, തൈജസകീടം, ഗദ്ധ്യേത്യം. ശരി ഏതൊക്കെയാണ്? 3ഉം 4ഉമാണ്. തൈജസകീടവും ഗദ്ധ്യേത്യവുമാണ് മിന്നാമിനുങ്ങിൻ്റെ പര്യായപദം. അടുത്തത്, ഭടൻ എന്ന വാക്കിൻ്റെ അർത്ഥം. ഭടൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഓപ്ഷൻ എ ആണ്, വഞ്ചകൻ. അടുത്ത ക്വസ്റ്റ്യൻ, ധനം എന്ന വാക്കിന് പകരം ഉപയോഗിക്കാവുന്ന പദം. ധനത്തിന് പകരം ഉപയോഗിക്കാവുന്നത് ഏതൊക്കെയാണ്? അർത്ഥം, അതുപോലെ തന്നെ വിത്തം, ദെൻ അർത്ഥം, ആനനം. ഇതിൽ ശരിയായിട്ടുള്ളത് 1ഉം 2ഉമാണ്. അർത്ഥവും വിത്തവുമാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, അതൊന്ന് ഓർത്തോണം കേട്ടോ. അർത്ഥം, വിത്തം. ധനം എന്ന വാക്കിന് പകരം ഉപയോഗിക്കുന്ന പദമാണ് അർത്ഥം, വിത്തം. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ വാക്കുകൾ ഏത്? ഈ ശരിയായ വാക്കുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. രക്ഷകർത്താവ് ഹാർദം. ഹാർദവം എന്നല്ല, ഹാർദം എന്നുള്ളതാണ് ശരി കേട്ടോ. രക്ഷകർത്താവിന് എന്തുണ്ട്? രക്ഷാകർത്താവ് എന്നാണ് പറയേണ്ടത്. അടുത്തത്, ഫാഷൻ മാനേജർ എന്ന പദത്തിനുള്ള ഉചിതമായ തർജ്ജിമ. ഫാഷൻ മോങ്കർ എന്നതിൻ്റെ ഉചിതമായ തർജ്ജിമയാണ് എന്ത്? അഴകിയ രാവണൻ. അടുത്ത ക്വസ്റ്റ്യൻ, കഥയുടെ പ്രധാനമായ അംശം. ഒറ്റപ്പദം. എന്താണ്? കഥയുടെ പ്രധാനമായ അംശമാണ് എന്ത്? കഥാസാരമാണല്ലേ. അപ്പോൾ അതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി 2 മാത്രം. കഥാസാരമാണ് കഥയുടെ പ്രധാനമായ അംശം. അടുത്തത്, പിൽക്കാലം, കണ്ണീര് എന്നീ പദങ്ങൾ പിരിച്ചെഴുതുന്നത്. പിൽക്കാലം, കണ്ണീര് ഈ പദങ്ങൾ തിരിച്ചെഴുതുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? പിൽക്കാലം പിൻ പ്ലസ് കാലവും, കണ്ണീര് വരുന്നത് കൺ പ്ലസ് നീരുമാണ്. അപ്പോൾ 1ഉം 3ഉമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. പിൽക്കാലം പിൻ പ്ലസ് കാലവും, കണ്ണീര് കൺ പ്ലസ് നീര്. അടുത്തത്, സ്ട്രൈക്ക് വൈൽ ദ അയൺ ഈസ് ഹോട്ട്. സ്ട്രൈക്ക് വൈൽ ദ അയൺ ഈസ് ഹോട്ട് എന്ന ഇംഗ്ലീഷ് ചൊല്ലിന് യോജിച്ച പഴമൊഴി താഴെ കൊടുത്തവയിൽ ഏതാണ്? സ്ട്രൈക്ക് വൈൽ ദ അയൺ ഈസ് ഹോട്ട് എന്നുള്ളത് കാറ്റുള്ളപ്പോൾ തൂറ്റണം.
അടുത്തത് പാണിപാദം എന്ന പദം ശരിയായി വിഗ്രഹിക്കുന്നത് എങ്ങനെയാണ്? പാണിപാദം, പാണിയും പാദവും. അടുത്തത് പൂജക ബഹുവചനത്തിന് ഉദാഹരണമല്ലാത്ത പദം. ഇവിടെ പൂജക ബഹുവചനത്തിന് ഉദാഹരണമല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. എന്താ? അധ്യാപകർ. അധ്യാപകർ ബഹുവചനമാണല്ലേ. പൂജക ബഹുവചനത്തിന് ഉദാഹരണമാണ് വൈദ്യർ, ഗുരുക്കൾ, സ്വാമികൾ, ജ്യോത്സ്യർ എന്നിവർ. വണ്ട എന്ന അർത്ഥം വരുന്ന പദങ്ങൾ താഴെ തന്നിരിക്കുന്നവയിൽ ഏതൊക്കെയാണ്? വണ്ട എന്നത് അർത്ഥം വരുന്ന പദങ്ങൾ അളി, ഭ്രമരം, മധുപം, ഭൃംഗം ഇവയെല്ലാം എന്താണ്? വണ്ട എന്നതിൻ്റെ പര്യായ പദങ്ങളാണ് കേട്ടോ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് മുകളിൽ പറഞ്ഞവയെല്ലാം. അടുത്തത് താഴെ കൊടുത്തവയിൽ ശരിയായ പദം ഏതാണ്? യാദൃശ്ചികം, അതിഥി, അനുഗ്രഹീതൻ, അഞ്ജലി. ഇതിൽ ശരിയായത് അനുഗ്രഹീതനാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ പിരിച്ചെഴുതുക. വിണ്ടലം. വിൺ പ്ലസ് തലമാണ് എന്ത്? വിണ്ടലം. ഓപ്ഷൻ സി ആണ് വിൺ പ്ലസ് തലം. അടുത്തത് ചേർത്തെഴുതുക. കൽ പ്ലസ് മതിൽ. കൽ പ്ലസ് മതിൽ എന്താണ്? കൺമതിൽ. കൽ പ്ലസ് മതിൽ എന്താണ്? കൺമതിൽ. അടുത്ത ക്വസ്റ്റ്യൻ ഏട്ടിലെ പശു എന്ന ശൈലിയുടെ അർത്ഥം. ഏട്ടിലെ പശു എന്ന ശൈലിയുടെ അർത്ഥമാണ് പ്രയോജനമില്ലാത്ത വസ്തു. ഏട്ടിലെ പശു പ്രയോജനമില്ലാത്ത വസ്തു. വിപരീത പദം എഴുതുക. ഉന്മീലനം. ഉന്മീലനത്തിൻ്റെ വിപരീത പദമാണ് നിമീലനം. നിമീലനം. അടുത്ത ക്വസ്റ്റ്യൻ ഒറ്റപ്പദം എഴുതുക. അറിയാൻ ആഗ്രഹിക്കുന്ന ആൾ. എത്ര ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇപ്പോൾ ഇത് വന്നു? കണ്ടോ, 3 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് വന്നു. എന്താണ്? ജിജ്ഞാസു. അറിയാൻ ആഗ്രഹിക്കുന്ന ആൾ ജിജ്ഞാസു. അടുത്തത് കുലം, കൂലം. ശരിയായ അർത്ഥം ജോഡി. കുലം, കൂലം എന്താണ്? കുലം വംശവും കൂലം എന്താണ്? തീരവുമാണ് കേട്ടോ വരുന്നത്. അടുത്താണ് ജാമാതാവ് എന്ന പദത്തിൻ്റെ അർത്ഥം. ജാമാതാവ് എന്താണ്? മരുമകനാണ് കേട്ടോ ജാമാതാവ്. അടുത്തത് ശരിയായ വാക്യം. ഞാൻ എത്ര താമസിച്ചു കിടന്നു? കൃത്യമായി ഉണരുകയും ചെയ്യും. ഞാൻ എത്ര താമസിച്ചു കിടന്നാലും കൃത്യമായി ഉണരും. അതാണ് ഏറ്റവും ശരിയായിട്ടുള്ളത് കേട്ടോ. അടുത്തത് NOC, നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്. ഇതിന് തത്തുല്യമായി ഉപയോഗിക്കുന്ന പദമാണ് നിരാക്ഷേപ പത്രം. എന്താണ്? നിരാക്ഷേപ പത്രം. അടുത്തത് അലംഭാവം എന്ന പദത്തിൻ്റെ അർത്ഥം. അലംഭാവം എന്താ? മതി എന്നുള്ള ഭാവം. ഇതൊക്കെ മതി എന്ന ഭാവമാണ് അലംഭാവം. അടുത്തത് ആർദ്രം എന്ന പദത്തിൻ്റെ അർത്ഥം. ആർദ്രം എന്ന പദത്തിൻ്റെ അർത്ഥമാണ് എന്ത്? നനവുള്ള. അടുത്തത് ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ആദേശസന്ധിക്ക് ഉദാഹരണമല്ലാത്തത്. ആദേശസന്ധിക്ക് ഉദാഹരണമല്ലാത്തതാണ് വിണ്ണാർ എന്ന് പറയുന്നത്. ബാക്കി കണ്ണീര്, തണ്ണീര്, അതുപോലെ തന്നെ വെണ്ണീർ ഇവയെല്ലാം ആദേശസന്ധിക്ക് ഉദാഹരണമാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ഋഷികളെ സംബന്ധിച്ച ഇതിൻ്റെ ഒറ്റപ്പദം. ഋഷികളെ സംബന്ധിച്ച എന്നുള്ളതിൻ്റെ ഒറ്റപ്പദമാണ് എന്ത്? ആർഷ. ഓക്കെ, അല്ലെങ്കിൽ ആർഷം എന്നും വരും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ സർക്കുലർ എന്ന പദത്തിന് പകരം പ്രയോഗിക്കാവുന്ന ഭാഷാപദം ഏത്? സർക്കുലർ എന്ന പദത്തിന് പകരം ഉപയോഗിക്കാവുന്ന ഭാഷാപദമാണ് എന്ത്? പരിപത്രം. അടുത്തത് വൃദ്ധി എന്ന പദത്തിൻ്റെ വിപരീതം. വൃദ്ധിയുടെ വിപരീതമാണ് ക്ഷയം. അടുത്തത് ലോപസന്ധിക്ക് ഉദാഹരണം കണ്ടെത്തി എഴുതുക. ലോപസന്ധി വന്നു പ്ലസ് ഇല്ല. അപ്പം എന്താണ്? വന്നില്ല എന്നുള്ളതാണ് കേട്ടോ. ലോപസന്ധിക്ക് ഉദാഹരണമാണ് വന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ നദി എന്ന പദത്തിന് സമാനമായ പദം. നദി എന്ന പദത്തിന് സമാനമായ പദമാണ് ഇത്? വാഹിനി എന്നുള്ളത്. അനിലനും സമീരനും ഒക്കെ എന്താണ്? കാറ്റ് എന്നതിന് സമാനമായ പദമാണ് കേട്ടോ. അടുത്തത് ശരിയായ പദം കണ്ടെത്തി എഴുതുക. തിരച്ചീനം. ശരിയായിട്ടുള്ളത് ഷായും ചായും കൂടെ ചേരുന്നതാണ് കേട്ടോ. ബി ആണ് തിരച്ചീനം. അടുത്തത് പൂജക ബഹുവചനത്തിന് ഉദാഹരണം. പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏതാ? താങ്കൾ. താങ്കളാണ് കേട്ടോ. അടുത്തത് കാണാൻ ആഗ്രഹിക്കുന്ന ആൾ എന്നർത്ഥം വരുന്ന ഒറ്റപ്പദം. കാണാൻ ആഗ്രഹിക്കുന്ന ആൾ അർത്ഥം വരുന്ന ഒറ്റപ്പദമാണേത്? ദിദൃക്ഷു. ദിദൃക്ഷു. ഓക്കെ. അടുത്തത് പ്രയോജക ക്രിയയ്ക്ക് ഉദാഹരണം. പ്രയോജക ക്രിയ എന്താണ്? ഓടിക്കുന്നു എന്നുള്ളതാണ് ഏത്? പ്രയോജക ക്രിയ. അടുത്തത് ആരോഹണം എന്ന വാക്കിൻ്റെ വിപരീത പദം. ആരോഹണം വിപരീത പദമാണേത്? അവരോഹണം. അടുത്ത ക്വസ്റ്റ്യൻ അയവിറക്കുക എന്ന ശൈലിയുടെ അർത്ഥം. അയവിറക്കുക, വീണ്ടും വീണ്ടും ഓർമ്മിക്കുക. അടുത്തത് വിൻ പ്ലസ് സ്ഥലം ചേർത്തെഴുതിയാൽ എന്താണ്? വിണ്ടലം. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. താഴെ തന്നിരിക്കുന്നതിൽ നിന്നും പുല്ലിംഗ ശബ്ദം കണ്ടെത്തി എഴുതുക. പുല്ലിംഗം ഏതാണ്? അവൾ, മകൾ, സമർത്ഥ. ഏതാ? മിടുക്കൻ എന്നുള്ളതാണ് കേട്ടോ.
അടുത്തത് ധാരാളമായി സംസാരിക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദം. ധാരാളമായി സംസാരിക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദമാണേത്? വാചാലത. അടുത്തത് ശരിയായ വാക്യം തിരഞ്ഞെടുത്ത് എഴുതുക. ശരിയായ വാക്യം തിരഞ്ഞെടുത്ത് എഴുതുക. കൈക്കൂലി വാങ്ങാനും ആദർശം പ്രസംഗിക്കുവാനും ഇന്നത്തെ നേതാക്കന്മാർക്ക് മടിയില്ല. കൈക്കൂലി വാങ്ങാനും ആദർശം പ്രസംഗിക്കുകയും ചെയ്യാൻ ഇന്നത്തെ നേതാക്കന്മാർക്ക് മടിയില്ല. അടുത്തത് കൈക്കൂലി വാങ്ങുകയും ആദർശം പ്രസംഗിക്കാനും ഇന്നത്തെ നേതാക്കന്മാർക്ക് മടിയില്ല. അടുത്തത് കൈക്കൂലി വാങ്ങിച്ചും ആദർശം പ്രസംഗിച്ചും ഇന്നത്തെ നേതാക്കന്മാർക്ക് മടിയില്ല. അപ്പോൾ ഇതിൽ ഏറ്റവും അനുയോജ്യമായത് ഓപ്ഷൻ ബി ആണ്. കൈക്കൂലി വാങ്ങാനും ആദർശം പ്രസംഗിക്കുവാനും ഇന്നത്തെ നേതാക്കന്മാർക്ക് മടിയില്ല. അടുത്തത് കർട്ടൻ ലെക്ചർ എന്ന ഇംഗ്ലീഷ് പ്രയോഗത്തിന് ചേരുന്ന മലയാള ശൈലി. കർട്ടൻ ലെക്ചർ എന്ന ഇംഗ്ലീഷ് പ്രയോഗത്തിന് ചേരുന്ന മലയാള ശൈലി ഏതാണ്? തലയിണ മന്ത്രം. ഓക്കെ. അടുത്തത് സഭയിൽ പറയാൻ പാടുള്ളത് എന്ന പദത്തിൻ്റെ വിപരീത പദം. സഭയിൽ പറയാൻ പാടുള്ളത്. അത് ഉത്തരം നമുക്ക് കൺഫ്യൂഷനുണ്ട് കേട്ടോ, അത് അവിടെ കിടക്കട്ടെ. സഭയിൽ പറയാൻ പാടില്ലാത്തതാണ് അസഭ്യം. അപ്പം സഭയിൽ പറയാൻ പാടുള്ളതെന്നുള്ളതിൻ്റെ ഒറ്റവാക്ക് ക്വസ്റ്റ്യൻ എന്താ? സഭയിൽ പറയാൻ പാടുള്ളത് എന്നതിൻ്റെ വിപരീത പദമാണ് കേട്ടോ. അപ്പോൾ ഓപ്ഷൻ ഡി അസഭ്യമാണ് കേട്ടോ വരുന്നത്. വിപരീത പദമാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്തത് ചക്ഷുശ്രവണ ഗളസ്തമാം ദർദുരം. ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ ഈ വരികളിൽ അടിവരയിട്ട പദത്തിൻ്റെ സമാന പദം. ചക്ഷുശ്രവണ എന്താണ്? പാമ്പ എന്നാണ് അർത്ഥം വരുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ഏതറിവും ഉപയോഗിക്കാതിരുന്നാൽ നശിച്ചു പോകും എന്ന ആശയം വരുന്ന പഴഞ്ചൊല്ല്. ഇരുമ്പും വിദ്യയും ഇരിക്കെ കെടും എന്നാണ് അല്ലേ. ഇരുമ്പ് ഇരുന്ന് എന്താ? തുരുമ്പിക്കും. വിദ്യയും അതുപോലെ തന്നെയാണ് കേട്ടോ, ഇരുന്ന് പഴകിക്കും. അതായത് എന്താണ്? അതുകൊണ്ടൊരു പ്രയോജനമില്ലാതായി പോകും. അടുത്തത് ചാണ എന്ന പദത്തിൻ്റെ പര്യായം. ചാണ എന്ന പദത്തിൻ്റെ പര്യായമാണ് ഏത്? നികഷം. അവസാനിപ്പിക്കുക എന്ന ആശയം വരുന്ന മലയാള ശൈലി. അവസാനിപ്പിക്കുക എന്ന ആശയം വരുന്ന മലയാള ശൈലി ഏതാ? ഭരതവാക്യം പാടുക. അവസാനിപ്പിക്കുക എന്ന ആശയം വരുന്ന മലയാള ശൈലിയാണ് ഭരതവാക്യം പാടുക. അടുത്തത് ഒരുവളുടെ എന്ന പദം പിരിച്ചെഴുതുന്ന വിധം. ഒരു പ്ലസ് അൽ പ്ലസ് ഉഡേ എന്നാണ് വരുന്നത് കേട്ടോ. ഒരുവളുടെ, ഒരു പ്ലസ് അൽ പ്ലസ് ഉഡേ. അടുത്തത് താഴെ തരുന്നിരിക്കുന്ന പദങ്ങളിൽ നശിക്കുന്നത് എന്ന അർത്ഥം വരുന്നത്. നശിക്കുന്നത് എന്ന അർത്ഥം വരുന്നതാണ് അനിത്യം. അടുത്തത് പെന്നി വൈസ് ഫൗണ്ട് ഫൂളിഷ്. ഇതിനനുയോജ്യമായ മലയാളം ചൊല്ല്. ആന ചോരുന്നതറിയില്ല, പേൻ ചോരുന്നതറിയും. ഓക്കെ. അടുത്തത് കലാനൈപുണ്യം എന്ന സമസ്ത പദം വിഗ്രഹിച്ചെഴുതുമ്പോൾ കിട്ടുന്നത്. കലകളിൽ ഉള്ള നൈപുണ്യം. കലാനൈപുണ്യം വിഗ്രഹിച്ചെഴുതുമ്പോൾ കലകളിൽ ഉള്ള നൈപുണ്യം. അടുത്തത് ശരിയായ പദം എഴുതുക. മധ്യാനം, 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 മധ്യാനം. ഏതാണ്? ദായും ധായും കൂടെ വരുന്നതാണ്. ഓപ്ഷൻ സി ആണ് മധ്യാനം. അടുത്ത ക്വസ്റ്റ്യൻ വന്നാൻ എന്ന ശബ്ദത്തിലെ ആൻ പ്രത്യയം ഏതു ലിംഗശബ്ദത്തെ കുറിക്കുന്നു? വന്നാൻ. ആൻ എന്താണ്? പുല്ലിംഗ ശബ്ദത്തെ കുറിക്കുന്നതാണ്. അടുത്തത് ആർഷം എന്ന ഒറ്റപ്പദത്തിന് അനുയോജ്യമായ ആശയം. ആർഷം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണല്ലേ. ഋഷിയെ സംബന്ധിച്ചത്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് തിരിച്ചാണ് ചോദിച്ചത്. ഋഷിയെ സംബന്ധിച്ചത് എന്നതിനുള്ള ഒറ്റപ്പദമാണ് ചോദിച്ചത്. അപ്പം നമ്മൾ ആർഷം എന്ന് ഉത്തരം എഴുതി. ഇവിടെ അത് തിരിച്ചു ചോദിച്ചു. താഴെ തന്നിരിക്കുന്നവയിൽ ദുഷ്കീർത്തി എന്ന അർത്ഥം വരുന്ന പദം. ദുഷ്കീർത്തി എന്ന അർത്ഥം വരുന്ന പദമാണ് കുപ്രസിദ്ധി. അടുത്തത് സാധാരണയായി എൻ്റെ സ്നേഹിതൻ ധരിക്കുന്നത് വെള്ള വസ്ത്രമാണ്, പക്ഷേ ഇടയ്ക്ക് മറ്റുള്ളവയും ധരിക്കും. മുകളിൽ തന്നിരിക്കുന്ന വാക്യത്തിലെ ഘടകപദം ഏത്? ഏതാണ് അവിടുത്തെ ഘടകപദം വരുന്നത്? പക്ഷേ എന്നുള്ളതാണ് അല്ലേ. അടുത്തത് അഹമഹമീകയ പാവകജ്വാലക. അടുത്തത് അഹമഹമീകയ പാവകജ്വാലകൾ അമ്പരത്തോളം ഉയർന്നു ചെന്നൂമുധ. അഹമഹമികയ എന്ന സവിശേഷ പ്രയോഗത്തിൻ്റെ ആശയം എന്താ? ഞാൻ മുൻപേ എന്നാണ് കേട്ടോ. അടുത്തത് ഗുരു എന്നത് പദത്തിൻ്റെ പര്യായപദം അല്ലാത്തത്. ഗുരു എന്നതിൻ്റെ പര്യായപദം അല്ലാത്തത് സതീർത്ഥ്യനാണ്. സതീർത്ഥ്യൻ എന്താണ്? കൂട്ടുകാരനാണ്. ഉപാധ്യായൻ, ഗുരുനാഥൻ, ആചാര്യൻ എന്നിവ ഗുരുവിന് സമാന പദമാണ്. താഴെ പറയുന്ന ഇംഗ്ലീഷ് ശൈലിയുടെ ശരിയായ മലയാള പരിഭാഷ തിരഞ്ഞെടുക്കുക. ക്യാച്ച് 1
റെഡ് ഹാൻഡഡ്, കൈയോടെ പിടികൂടുക. ക്യാച്ച് വൺ റെഡ് ഹാൻഡഡ് എന്ന് വെച്ചാൽ കൈയോടെ പിടികൂടുക എന്നുള്ളതാണ്. അടുത്തത് ഓളം നിന്നിട്ട് കടലാടുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? ഓളം നിന്നിട്ട് കടലാടുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? അസാധ്യമായ കാര്യം എന്നതാണ് കേട്ടോ, അതായത് സാധിക്കാൻ കഴിയില്ലാത്തത്. താഴെ പറയുന്നവയിൽ നിന്നും ശരിയായ വാക്യം തിരഞ്ഞെടുത്തെഴുതുക. കുറച്ച് ദൂരത്തേക്ക് മുന്നിലേക്ക് നടന്നാൽ വായനശാലയിലെത്താം. കുറച്ച് ദൂരത്തേക്ക് മുന്നോട്ട് നടന്നാൽ വായനശാലയിലെത്താം. കുറച്ച് ദൂരം മുന്നോട്ട് നടന്നാൽ വായനശാലയിലെത്താം. കുറച്ച് ദൂരം മുന്നോട്ടേക്ക് നടന്നാൽ വായനശാലയിലെത്താം. ഇതിലേറ്റവും അനുയോജ്യമായത് ഓപ്ഷൻ സി ആണ്. കുറച്ച് ദൂരം മുന്നോട്ട് നടന്നാൽ വായനശാലയിലെത്താം. വാൾസ് ഹാവ് ഇയേഴ്സ് എന്ന ഇംഗ്ലീഷ് പഴഞ്ചൊല്ലിന് സമാനമായ മലയാളം ചൊല്ല്. അരമന രഹസ്യം, അങ്ങാടിപ്പാട്ട്. വാൾസ് ഹാവ് ഇയേഴ്സ് എന്ന് വെച്ചാൽ എന്താ? അരമന രഹസ്യം, അങ്ങാടിപ്പാട്ട്. അടുത്തത് വിഷയ്യകം. വിഷയ്യകം എന്നത് പിരിച്ചെഴുതുമ്പം വിഷയ പ്ലസ് ഏകം. വിഷയ്യകം, വിഷയ പ്ലസ് ഏകം. അടുത്തത് സുഹൃജ്ജനം. സുഹൃത്ത് പ്ലസ് ജനമാണ് സുഹൃജ്ജനം. ശരിയായ പദം തിരഞ്ഞെടുക്കുക. ഉച്ചാരണം. ആദ്യത്തേത് തന്നെയാണ് ഇച്ഛ, ഉച്ചാരണം. അടുത്തത് ഭയാശങ്കകൾ. ഭയാശങ്കകൾ എന്നതെന്താണ്? ഭയവും ആശങ്കയും. സുഹൃതാമൃതം, സുഹൃതമാകുന്ന അമൃതം. അടുത്തത് ഭർത്തൃനിഷ്ഠയുള്ളവൾ. ഏതൊക്കെയാണ്? തുല്യമായ പദം പതിവ്രത. ഭർത്തൃനിഷ്ഠയുള്ളവൾ പതിവ്രത. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ നിന്നും തെറ്റായ പദം കണ്ടെത്തുക. തെറ്റായിട്ടുള്ളത് ജീവച്ഛവവും മുഖാന്തിരവും. മുഖാന്തരം ജീവച്ഛവം എന്നാണ് വരുന്നത്. വിമ്മിട്ടം സമ്രാട്ട് ശരിയാണ്. ഭാഗിനേയൻ എന്ന പദത്തിൻ്റെ എതിർലിംഗമാണ് ഭാഗിനേയി. അടുത്തത് ചുവടെ തന്നിട്ടുള്ളവയിൽ കണ്ണാടി എന്ന പദത്തിൻ്റെ പര്യായപദമല്ലാത്തത്. കർപ്പരം. കണ്ണാടിയുടെ പര്യായപദമല്ലാത്തത് ഏതാ? കർപ്പരം. പര്യായപദമാണ് മുകുരം, ആദർശം, ദർപ്പണം എന്നിവ. അടുത്തത് തവള എന്ന പദത്തിൻ്റെ പര്യായപദമാണ് ദർദുരം. തവളയുടെ പര്യായപദം ഏതാ? ദർദുരം. അടുത്തത് ആസ്തിക്യം. ആസ്തിക്യത്തിന് ഓപ്പോസിറ്റ് എന്താ? നാസ്തിക്യം. അടുത്തതാണ് ഉൽപ്പതിഷ്ണു. ഉൽപ്പതിഷ്ണു എങ്ങനെയാണ്? ഉദാരനാണോ, അപരാധിയാണോ, ഊർജ്ജസ്വലനാണോ? ഇതൊന്നുമല്ല എന്നുള്ളതാണ് കേട്ടോ ഉത്തരം. അടുത്തത് പമ്പരം ചുറ്റുക എന്ന ശൈലിയുടെ അർത്ഥം. പമ്പരം ചുറ്റുക എന്നുള്ള ശൈലിയുടെ അർത്ഥമാണ് കഷ്ടപ്പെടുക. പമ്പരം ചുറ്റുക, കഷ്ടപ്പെടുക. താഴെ കൊടുത്തിട്ടുള്ളവയിൽ വേർ ദർ ഈസ് എ വിൽ ദർ ഈസ് എ വേ എന്ന ചൊല്ലിന് സമാനമായ പഴഞ്ചൊല്ലാണ് വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. ശരിയായ വാക്യം തിരഞ്ഞെടുത്തെഴുതുക. അയാൾ രാപ്പകലില്ലാതെ അഹോരാത്രം പണിയെടുത്തു. അയാൾ രാപ്പകലില്ലാതെ പണിയെടുത്തു. അയാൾ അഹോരാത്രം മുഴുവൻ പണിയെടുത്തു. അയാൾ രാവും പകലും അഹോരാത്രം പണിയെടുത്തു. ഇതിൽ ഏറ്റവും അനുയോജ്യമായത് ഏതാണ്? അയാൾ രാപ്പകലില്ലാതെ പണിയെടുത്തു. അടുത്തത് ചുവടെ ചേർത്തിട്ടുള്ളവയിൽ നിന്നും ഒറ്റയായ പദം എടുത്തെഴുതുക. ഏതാണ് ഒറ്റയായ പദം വരുന്നത്? ഓപ്ഷൻ ഡി ആമ്രമാണ് കേട്ടോ. ആനനം, ആസ്യം, വക്രതം ഇവയെല്ലാം എന്താണ്? മുഖം എന്നുള്ളതിൻ്റെ പര്യായ പദമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ശരത് പ്ലസ് ചന്ദ്രൻ ചേർത്തെഴുതുമ്പോൾ എങ്ങനെ വരും? ശരത് ചന്ദ്രൻ എന്നേ വരുള്ളൂ കേട്ടോ. താ പൂർണ്ണമായിട്ടും പോകും. ശരത് പ്ലസ് ചന്ദ്രൻ എങ്ങനെയാണ് വരുന്നത്? ശരത് ചന്ദ്രൻ. അടുത്തത് ഫലേച്ഛ കൂടാതെ എന്നർത്ഥം വരുന്ന പദം ഏത്? ഫലേച്ഛ കൂടാതെ എന്നർത്ഥം വരുന്ന പദമാണ് ഓപ്ഷൻ എ നിഷ്കാമം. ഫലേച്ഛ കൂടാതെ, അതായത് നമ്മളൊന്നും ആഗ്രഹിക്കാതെ, നിഷ്കാമം. അടുത്തത് ശ്ലാഘ്യം വിപരീത പദം എഴുതുക. ശ്ലാഘ്യം വിപരീത പദമാണ് ഗർഹ്യം. അടുത്ത ക്വസ്റ്റ്യൻ, വാഗർത്ഥം പിരിക്കുമ്പോൾ വാക് പ്ലസ് അർത്ഥം. കാ മാറിയിട്ട് അവിടെ ഗായാണ് വരുന്നത്. വാക്കർത്ഥം. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ വാക്യം എടുത്തെഴുതുക. അവൻ്റെ ഭാവിയെപ്പറ്റി ഓർത്ത് ഞാൻ ആശങ്കാകുലനാണ്. ഓരോ വീട് തോറും കയറണം. ആ സമയത്ത് എനിക്കൊന്നും തോന്നിയില്ല. ഇങ്ങനെ നാണം കെട്ട് ജീവിക്കുന്നതിനേക്കാൾ ഭേദം മരിക്കുകയല്ലേ നല്ലത്. അപ്പോൾ ഇതിലേറ്റവും അനുയോജ്യമായ വാക്ക് ഏതാണ്? ഓപ്ഷൻ സി ആണ്. ആ സമയത്ത് എനിക്ക് ഒന്നും തോന്നിയില്ല. അടുത്ത ക്വസ്റ്റ്യനാണ്, പൂജക ബഹുവചനത്തിന് ഉദാഹരണം എഴുതുക. പൂജക ബഹുവചനം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, നിങ്ങൾ. പൂജക ബഹുവചനം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, അർത്ഥവ്യത്യാസം എഴുതുക. കന്ധരം ഗുഹ. കന്ധരം എന്താണ്? കന്ധരം കഴുത്താണ് കേട്ടോ.
ഉട്ടോപ്യ എന്ന ശൈലിയെ സൂചിപ്പിക്കുന്നത് ആശയം എന്താണ്? പ്രായോഗികമല്ലാത്തത്. ഉത്യോപ്യ എന്ന ശൈലി സൂചിപ്പിക്കുന്നത് എന്താണ്? പ്രായോഗികമല്ലാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നദിയുടെ പര്യായമാണ് ഏത്? തടിനി. അടുത്തത് വിപരീത പദം എഴുതുക. ചഞ്ചലം. ചഞ്ചലം വിപരീത പദമാണ് അചഞ്ചലം. അടുത്ത ക്വസ്റ്റ്യൻ, പിരിച്ചെഴുതുക. ഉണ്മ പിരിച്ചെഴുതുമ്പോൾ എങ്ങനെ വരും? ഉൾ പ്ലസ് മായാണ് ഉണ്മ കേട്ടോ. ഉൾ പ്ലസ് മായാണ് ഉണ്മ. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ പദം നിശ്ചയം എന്ന പദമാണ്. നിശ്ചയം എന്നുള്ളതിൻ്റെ ഏറ്റവും ശരിയായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്. ഷായും ചായും കൂടി ചേരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സമാന പദം ഏത്? ഇനൻ. ഇനൻ എന്ന് വെച്ചാൽ എന്താണ്? ഇനൻ വെയിലാണ്. സൂര്യൻ. ഇനൻ എന്താണ്? സൂര്യനാണ്. ഇനൻ സൂര്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, തെറ്റില്ലാത്ത വാക്യം ഏത്? നന്ദി രേഖപ്പെടുത്തുന്നു, നന്ദി പറയുന്നു, നന്ദി തരുന്നു, നന്ദി വാങ്ങുന്നു. ഇതിലേറ്റവും അനുയോജ്യമായത് ഏതാണ്? നന്ദി പറയുന്നു എന്നുള്ളതാണ് കേട്ടോ. അടുത്തത്, ചേറ്റിൽ കുത്തിയ കൈ ചോറ്റിൽ കുത്താം എന്ന പഴഞ്ചൊല്ല് അർത്ഥമാക്കുന്നത് എന്ത്? ചേറ്റിൽ കുത്തിയ കൈ ചോറ്റിൽ കുത്താം എന്ന പഴഞ്ചൊല്ലുകൊണ്ട് അർത്ഥമാക്കുന്നത് അധ്വാനത്തിൻ്റെ മഹത്വമാണ്. ആസ് ദ സീഡ് സോ ദ സ്പ്രോട്ട് പരിഭാഷ എന്താണ്? വിത്തുഗുണം പത്തുഗുണം. നമുക്കറിയാം അല്ലേ? ചേർത്തെഴുതുക. ഈ പ്ലസ് അള്ളാണ് ഇവൾ. അടുത്തത്, കുളംകോരി ശൈലിയുടെ അർത്ഥം. കുളംകോരി എന്ന് വെച്ചാൽ എന്താ? നശിപ്പിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഒറ്റ പദം എഴുതുക. അറിയാനുള്ള ആഗ്രഹം എന്താണ്? ഇപ്പം തന്നെ നിങ്ങൾ പഠിച്ചില്ലേ ഇത്? ഈ അറിയാനുള്ള ആഗ്രഹമുള്ള ആളാരാ? ജിജ്ഞാസു. അപ്പോൾ അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ. അടുത്തത്, തുളസീദാസ രാമായണം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ഓപ്ഷൻ സി ആണ്. വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സ്ഥാനത്തെത്തിക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ശൈലിയാണ് കടവടിപ്പിക്കുക. അതായത് ഒരു സ്ഥാനത്തെത്തിക്കുക എന്ന് വെച്ചാൽ എന്താണ് ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത്? കടവടിപ്പിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, പ്രാചി എന്ന വാക്കിൻ്റെ വിപരീത പദമായി വരുന്ന പദം. പ്രാചി എന്ന വാക്കിൻ്റെ വിപരീത പദമായി വരുന്ന പദമാണ് ഏത്? പ്രതീചി. ഓക്കെ. അടുത്തത്, ശാരിക എന്ന വാക്കിൻ്റെ പര്യായപദമല്ലാത്തത് ഏത്? ശാരിക എന്ന വാക്കിൻ്റെ പര്യായപദമല്ലാത്ത പദമാണ് ചകോരം. അടുത്ത ക്വസ്റ്റ്യൻ, വീട് പ്ലസ് പണി ചേർത്തെഴുതുക. എന്താണ്? വീടുപണി. വീട് പ്ലസ് പണി വീടുപണി. അടുത്ത ക്വസ്റ്റ്യൻ, കേമൻ പിരിച്ചെഴുതുമ്പോൾ എങ്ങനെ വരും? കേമം പ്ലസ് അൻ. ഓക്കെ. അടുത്തത്, കർത്തൃ എന്ന പദത്തിൻ്റെ പുല്ലിംഗം എഴുതുക. കർത്തൃ എന്ന പദത്തിൻ്റെ പുല്ലിംഗമാണ് കർത്താവ്. അടുത്തത്, തമ്പി എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപം. തമ്പി എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപമാണ് ഏത്? തങ്ക എന്ന് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ആപ്പിൾ ഓഫ് ദ ഐ എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ വിവർത്തനം. ആപ്പിൾ ഓഫ് ദ ഐ എന്താണ്? കണ്ണിലുണ്ണിയാണ് കേട്ടോ. കണ്ണിലുണ്ണി. കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട എന്ന ചൊല്ലിൻ്റെ അർത്ഥം എന്താണ്? കൊച്ചിയുടെ മാഹാത്മ്യം. കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട എന്ന ചൊല്ലിൻ്റെ അർത്ഥം അത് കൊച്ചിയുടെ മാഹാത്മ്യത്തെയാണ് കുറിക്കുന്നത്. മടി പ്ലസ് ശീല ചേർത്തെഴുതിയ രൂപം ഏതാ? മടിശീല. അടുത്തത്, ശരിയായ രൂപമാണ് യാദൃച്ഛികം. ശരിയായ രൂപം യാദൃച്ഛികം. സി ആണ് കേട്ടോ. അടുത്തത്, കുടിക്കുവാൻ ആഗ്രഹിക്കുന്ന ആൾ. ഒറ്റപ്പദം പിപാസു. കുടിക്കുവാൻ ആഗ്രഹിക്കുന്ന ആൾ പിപാസു. വെള്ളത്തിൽ എഴുതുക എന്ന പ്രയോഗത്തിനർത്ഥം എന്താ? ഫലമില്ലാതെ പ്രവർത്തിക്കുക. വെള്ളത്തിൽ എഴുതുക, ഫലമില്ലാതെ പ്രവർത്തിക്കുക. ഡാഷാണ് ഉന്മീലനത്തിൻ്റെ വിപരീതം. ഉന്മീലനം. വിപരീതം എന്താണ്? നിമീലനം. ഓക്കെ. അടുത്തത്, കണ്ടു എന്നത് പിരിച്ചെഴുതുക. കണ്ടു പിരിച്ചെഴുതുമ്പോൾ എങ്ങനെ വരും? കൺ പ്ലസ് തു. എങ്ങനെ വരും? കൺ പ്ലസ് തു. അടുത്തത്, കൂട്ടത്തിൽപ്പെടാത്തത് ഏത്? ഇതിൽ ആദർശം, കണ്ണാടി, ദർപ്പണം. കൂട്ടത്തിൽപ്പെടാത്തത് ഏതാ? കൈതവുമാണ് കേട്ടോ. ബാക്കിയെല്ലാം കണ്ണാടിയുടെ പര്യായപദമാണ്. ആ പ്ലസ് അൻ അവൻ. ഇവിടെ സന്ധി ഏതാണ്? ആ പ്ലസ് അൻ ഏതാണ്? അവനാണ്. അവിടെ വന്നു ചേർന്നു. അപ്പോൾ ആഗമസന്ധിയാണ് കേട്ടോ അത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പം നമ്മളൊരു 3, 4, 5 ക്വസ്റ്റ്യൻ പേപ്പറിലെ മലയാളം തന്നെയാണ് പഠിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻസാണ് റിപ്പീറ്റഡ് വന്നിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾ നല്ലപോലെ കാണുക. അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.